അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പലപ്പോഴും സാധാരണക്കാരായ നമ്മൾ കുടുങ്ങുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പലപ്പോഴും നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിസ്കാരത്തിലായിരിക്കെ ആരെങ്കിലും ഒന്ന് പുറകുവശത്തിലൂടെ വന്ന് തൊടുകയും അങ്ങനെ നമ്മളെ ഇമാമായിട്ട് അദ്ദേഹം തുടരുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും വലിയ സുന്നത്തായ ദുആയ്, ആ ദുആയ് ചെയ്യാൻ നമ്മൾ പലപ്പോഴും നിർബന്ധിതരാവാറുണ്ട്. എല്ലാ ദിവസവും നമ്മൾ നിസ്കാരങ്ങൾക്ക് പുറമെ ദുആയ് ചെയ്യാറുണ്ടെങ്കിലും അത് പലപ്പോഴും നമ്മൾ നമ്മുടെ മാതൃഭാഷയിലായിരിക്കും ദുആയ് ചെയ്യാറുള്ളത്. എന്നാൽ കൂട്ടമായി ദുആയ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ദുആയ് ചെയ്യേണ്ടി വരാറുണ്ട്. എന്നാൽ കൂട്ടുകാരെ, നമുക്ക് ഇവിടെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നമുക്ക് ദുആയ് ചെയ്യാനുള്ള ഒരു ദുആയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത്. നിങ്ങൾക്ക് നോക്കി ചൊല്ലാവുന്നതാണ്, അല്ലെങ്കിൽ നിരന്തരമായി ഇത് കേട്ട് നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഈ ദുആയും അതിൻ്റെ അർത്ഥവുമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ദുആയ് പൂർണ്ണമായി വായിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ആ ദുആയ് പൂർണ്ണമായും ഇവിടെ പറഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് അതിൻ്റെ പൂർണ്ണമായും അർത്ഥങ്ങളായിരിക്കും ഇവിടെ പറയുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅളീമ സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു വലക്കൽ ശുക്രു ഹത്താ തർളാ اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد اللهم اغفر لنا ذنوبنا وخطايانا كلها اللهم أنعشنا وجبرنا واهدنا لصالح الأعمال والأخلاق إنه لا يهدي لصالحها ولا يصرف سيئها إلا أنت توفنا مسلمين وألحقنا بالصالحين اللهم جملنا بالعافية والسلامة وحققنا بالتقوى والاستقامة وأعذنا من موجبات الندامة خفف عنا ثقل الأوزار وارزقنا معيشة الأبرار اللهم اجعل خير أعمالنا آخرة وخير أعمالنا خواتيمه وخير أيامنا يوم نلقاك اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك محمد صلى الله عليه وسلم مع الصحة والعافية قبل أن تميتنا مرارا يا أرحم الراحمين اللهم اغفر لنا وارحمنا ولوالدينا ولمشائخنا ولأساتذتنا ولمن له حق علينا ولجميع المسلمين والمسلمات اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله توفنا مسلمين وألحقنا بالصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. കൂട്ടുകാരെ, ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് കഴിവിൻ്റെ പരമാവധി ഈ ദുആകളിൽ നിന്ന് നമുക്ക് പഠിച്ചെടുത്ത് നമ്മുടെ നിസ്കാരങ്ങൾക്ക് ശേഷം ദുആ ചെയ്യാം. എല്ലാം ദുആ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണം എന്നില്ല. എന്നാലും കഴിവിൻ്റെ പരമാവധി നമ്മളിത് ആവർത്തിച്ച് കേട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതൊക്കെ പഠിച്ച് നമ്മുടെ നിസ്കാരങ്ങൾക്ക് ശേഷം നല്ലപോലെ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഇത് പഠിക്കുകയും അതുപോലെ തന്നെ ഉത്തരം ലഭിക്കുകയും ചെയ്യും.
ഇൻഷാ അല്ലാഹ് ഹ്രസ്വമായ രൂപത്തിൽ ഇവിടെ അതിൻ്റെ അർത്ഥം പറയുകയാണ്. അനുഗ്രഹത്തിൻ്റെ തോതനുസരിച്ചും അതിലധികവും ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവ്വസ്തുതികളും. ഓ എൻ്റെ രക്ഷിതാവായ നാഥ, നിൻ്റെ ഉന്നതമായ അധികാരത്തിനും ഔന്നിത്യത്തിനും ഉതകും വിധം നിനക്കാണ് സർവ്വസ്തുതികളും. നിൻ്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. നിൻ്റെ സ്തുതിയെ ഞങ്ങൾക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് നീ ഇഷ്ടപ്പെടുന്നത്ര സ്തുതിയും നിനക്കാണ്. അള്ളാഹുവെ, ഞങ്ങളുടെ നേതാവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിലും ഞങ്ങളുടെ നേതാവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൻ്റെ മേലിലും നീ അനുഗ്രഹവും രക്ഷയും നൽകണേ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ കുറ്റങ്ങളും നീ പുറത്തു തരണേ. അള്ളാഹുവെ, ഞങ്ങളുടെ നീ സ്ഥാനമുയർത്തുകയും ദാരിദ്ര്യം അകറ്റുകയും നല്ലത് പ്രവർത്തനത്തിലേക്കും സ്വഭാവത്തിലേക്കും വഴി നടത്തുകയും ചെയ്യണേ. നല്ല കാര്യങ്ങളിലേക്ക് വഴി നടത്താനും തെറ്റിൽ നിന്ന് തിരിക്കാനും നിനക്കല്ലാതെ സാധിക്കില്ല. ഞങ്ങളെ മുസ്ലിമായി മരിപ്പിക്കുകയും സച്ചരിതരോടൊപ്പം ചേർക്കുകയും ചെയ്യണേ. അള്ളാഹുവെ, ഞങ്ങൾക്ക് സൗഖ്യവും രക്ഷയും കൊണ്ട് നീ ഭംഗിയാക്കി തരണേ. ഋജുവായ പാതയും ഭയഭക്തിയും ഞങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി തരണേ. ഖേദത്തിന് കാരണമാകുന്ന കാര്യങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കുകയും ചെയ്യണേ. തെറ്റുകളുടെ ഭാരം ഞങ്ങളെ തൊട്ട് കുറക്കുകയും സച്ചരിതരുടെ ജീവിതം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണേ. അള്ളാഹുവെ, ഞങ്ങളുടെ ഏറ്റവും നല്ല വയസ്സ് അവസാനവും ഏറ്റവും നല്ല പ്രവർത്തനം അവസാനവുമാക്കി തരണേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല ദിവസം നിന്നെ കാണുന്ന ദിവസമാക്കി തരണേ. അള്ളാഹുവെ, നീ ഞങ്ങളെ മരിപ്പിക്കുന്നതിന് മുമ്പ് ആഫിയത്തോടെ ആരോഗ്യത്തോടെ ധാരാളം പ്രാവശ്യം നിൻ്റെ ഭവനമാകുന്ന കഅബ ലക്ഷ്യമാക്കി ഹജ്ജ് നിർവഹിക്കാനും നിൻ്റെ പ്രവാചകരാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ റൗള ഷരീഫ് സിയാറത്ത് ചെയ്യാനും നീ ഭാഗ്യം നൽകണേ. അള്ളാഹുവെ, നീ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മാതാപിതാക്കൾക്കും മശായിഖുമാർക്കും ഉസ്താദുമാർക്കും ഞങ്ങളുടെ മേൽ ബാധ്യതയുള്ളവർക്കും എല്ലാ മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കും നീ പുറത്തു തരികയും കരുണ ചെയ്യുകയും ചെയ്യണേ. അള്ളാഹുവെ, ഞങ്ങൾ മരിക്കുന്ന സമയം ഞങ്ങളുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്നാക്കി മുസ്ലിമാക്കി മരിപ്പിക്കുകയും സച്ചരിതരോടൊപ്പം ചേർക്കുകയും ചെയ്യണേ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും നീ നന്മ ചെയ്യുകയും നരകശിക്ഷയെ തൊട്ട് ഞങ്ങൾക്ക് കാവൽ നൽകുകയും ചെയ്യണേ. ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണേ. നിശ്ചയം നീ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനാണല്ലോ. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. നിശ്ചയം നീ പുറത്തു കൊടുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണല്ലോ. ഓ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനായ നാഥ, നിൻ്റെ കരുണ കൊണ്ട് നീ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ എന്നർത്ഥം വരുന്ന ഈ ദുആയിൽ നിന്ന് നമുക്ക് ദുആകൾ പഠിച്ചെടുക്കുകയും നമ്മുടെ നിസ്കാരങ്ങൾക്ക് പുറകെ നമുക്ക് ദുആ ചെയ്യുകയും ചെയ്യണം. ഒന്നും ഈ ദുആയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ദുആയിന് ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين എന്നെങ്കിലും നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.